ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വെറുപ്പിച്ച് ഇന്റർവ്യൂ എടുക്കുന്നവരൊക്കെ ഈ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് എങ്ങനെയാണ് ഇന്റർവ്യൂ എടുക്കേണ്ടതെന്നും ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്നും ഒന്ന് കണ്ട് പഠിക്ക്. ഈ അടുത്തിടെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഇത്. എത്ര പേര് കണ്ടെന്നറിയില്ല, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആദ്യം ഈ ഇന്റർവ്യൂവിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, നമുക്കത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, ഒരു അവസാനമായിട്ടാണേ ഇന്നത്തെ. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കളങ്കാവില് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ചെയ്യാനായിട്ട് പോകുന്നു. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇപ്പൊ വളരെ എളുപ്പത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എളുപ്പപ്പണി, ഞാൻ ഇങ്ങനത്തെ ഒരു കഥ എഴുതിക്കൊണ്ട് വന്നാലായിരിക്കും എനിക്ക് മമ്മൂക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നത്? കഥ ഉണ്ടാവുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതരുത്. ഇല്ല, എന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതാൻ ഞാനായിപ്പോവും കഥാപാത്രം മാത്രമേ എഴുതാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവുള്ളൂ. പിടിയിട്ടില്ല, ഞാനൊരു മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എപ്പോഴും കോൺവെർസേഷൻ അവസാനിക്കുന്ന പോലെ. നല്ല അടിപൊളി ചോദ്യവും അടിപൊളി ഉത്തരവും. ഇങ്ങേര് കുറച്ചു കാലം വയ്യാതെ മാറി നിന്നപ്പോൾ എല്ലാവർക്കും കൂടുതൽ മിസ്സായത് ഇതുപോലെയുള്ള പുള്ളിയുടെ ഇന്റർവ്യൂസ് ആയിരുന്നു. അതിന്റെ ക്ഷീണം ഈ ഒരു ഇന്റർവ്യൂ കൊണ്ടങ്ങ് തീർത്തു. ഈ മനുഷ്യനൊരു വിസ്മയമാണ്. ഇങ്ങേര് ഈ 75-ാമത്തെ വയസ്സിൽ ചെയ്തു വെക്കുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ വേറെ ഒരാളെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല. സ്ക്രിപ്റ്റ് സെലക്ഷനിൽ ഇങ്ങേരെ കഴിഞ്ഞുള്ളൂ മക്കളെ, വേറെ ആരും. ഈ മനുഷ്യന്റെ ഇപ്പോഴത്തെ വേഷപകർച്ചകൾ കാണുമ്പോൾ മമ്മൂക്ക മുമ്പ് പറഞ്ഞൊരു വാചകമാണ് ഓർമ്മ വരുന്നത്, ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും. ഇങ്ങേർക്ക് ആർത്തിയാണ്, അത് കാശിനോടല്ല, സിനിമയോടാണ്, അഭിനയത്തോടാണ്. ലവ് യു മമ്മൂക്ക.